നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണം കൊലപാതകമാണെന്ന് തുറന്നു പറയുകയാണ് പിതാവ് KC ഉണ്ണി. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയാണ്. ഡ്രൈവറായ അർജുൻ ക്രിമിനൽ ആണെന്ന് മനസ്സിലാകുന്നത് വൈകിയാണ്. ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. CBI ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങി. പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറുടെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് KC ഉണ്ണിയുടെ ഈ പ്രതികരണം. തന്റെ മകനെ അർജുനും സ്വർണ്ണ മാഫിയയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. ആര് മരിച്ചാലും എന്ത് സംഭവിച്ചാലും സ്വർണ്ണ മാഫിയയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ കാര്യം നടക്കണമെന്ന് മാത്രം. 3 കിലോ സ്വർണമാണ് അവർ എടുത്തുകൊണ്ടുപോയത്. എന്നിട്ടും പോലീസ് ഇതുവരെ അവരെ പിടിച്ചിട്ടില്ല. CBI കൊടുത്ത രണ്ടാമത്തെ റിപ്പോർട്ടിലും ബാലഭാസ്കറിന്റെ അപകട മരണം എന്നാണ് പറയുന്നത്. ATM കവർച്ച ഉൾപ്പെടെയാണ് അർജുനെതിരെ ഉള്ളത്. ഇയാളെ പരിചയപ്പെടുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണെന്നാണ് ബാലുവിന്റെ പിതാവ് പറയുന്നത്. അടുത്തിടെ പെരിന്തൽമണ്ണ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെയാണ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചകളിൽ ഉയരുന്നത്. ബാലഭാസ്കറിന്റേത് അപകട മരണം അല്ലെന്നും സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് ഇതുമായി ബന്ധമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് തന്നെ ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് ഇയാൾ കണ്ടെന്നായിരുന്നു മൊഴി നൽകിയത്. തുടർന്ന് ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയുമാണ് കേസ് അന്വേഷിച്ചത്. എന്നാൽ റിപ്പോർട്ട് വന്നപ്പോൾ അതൊരു അപകട മരണമായി മാറുകയായിരുന്നു. CBIയും ക്രൈംബ്രാഞ്ചും ഒരേ സ്വരത്തിലാണ് ഇത് അപകട മരണമെന്ന് പറഞ്ഞത്. CBIയുടെ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ കേസിൽ തങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളും അന്വേഷിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നീടാണ് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2018 സെപ്റ്റംബർ 25-നാണ് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് അപകടമുണ്ടാകുന്നത്. ബാലഭാസ്കർ, ഭാര്യയായ ലക്ഷ്മി, മകൾ തേജസ്വിനി ബാല, ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മകൾ സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ പിന്നീടാണ് മരണത്തിന് കീഴടങ്ങുന്നത്. വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നാണ് ആദ്യം അർജുൻ മൊഴി നൽകിയത്. പിന്നീടാണ് ബാലഭാസ്കറിന്റെ ഭാര്യ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് മൊഴി നൽകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജുവലറി ഉടമകളിൽ നിന്ന് 3.5 കിലോ സ്വർണം കവരുന്നത്. ഇതിൽ 13 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരോടൊപ്പമാണ് അർജുനും ഉണ്ടായിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. മോഷ്ടിച്ച സ്വർണവുമായി ചെറുപ്പുളശ്ശേരിയിലെത്തിയ പ്രതികളെ മറ്റൊരു വാഹനത്തിലെത്തി കൂട്ടിക്കൊണ്ടുപോയത് അർജുൻ എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായെങ്കിലും ഇതിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.